അനൗൺസർക്ക് ഒരു തെറ്റും പറഞ്ഞിട്ടില്ല, കറക്റ്റായിട്ട് പറഞ്ഞ്. പക്ഷെ അടി കിട്ടി. ഇനി മേലാ നീ ഒരിടത്ത് ഇങ്ങനെ അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞ് അടി കിട്ടി. സംഭവം ഇത്രേ ഉള്ളൂ. ഈ ശബരിമല സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയം കത്തി നിൽക്കുന്ന സമയമാണ് പുള്ളി കയറി അനൗൺസ് ചെയ്താണ് അടുത്ത ഗാനം ശബരിമലയിൽ തങ്ക എന്നേ പറഞ്ഞുള്ളൂ. അടുത്ത സ്റ്റേജിൽ നീ തങ്ക സൂര്യോദയം കൂടെ ഒന്നിച്ച് പറയണം. അപ്പോൾ അല്ല, ഇത് അനൗൺസ് ചെയ്യുമ്പോൾ ചില പാട്ടുകളിൽ നമ്മൾ ഏത് വരി അനൗൺസ് ചെയ്യേണ്ടതെന്നൊരു സാധനമുണ്ട്. എല്ലാ പാട്ടുകളും അനൗൺസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ശബരിമലയിൽ എന്ന് പറയുന്നത് അതിൻ്റെ പല്ലവിയാണല്ലോ. പല്ലവിയുടെ ആദ്യത്തെ 2 or 3 വാക്കുകളാണ് നമ്മൾ സാധാരണഗതിയിൽ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജിമിക്കി കമ്മൽ ഹിറ്റായി അടുത്ത കാരണം ജിമിക്കി കമ്മൽ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ കൈയടിക്കുന്ന ഒരു സമയത്ത് ഒരു കൈയടിയില്ല, ആൾക്കാർ ചീത്തയും പിടിച്ചു വരുത്തുന്നത് അടുത്ത ഗാനം നിന്റെ അമ്മയുടെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു പ്രമോദ്. ഒരു ട്രൂപ്പിൽ ഒരു പള്ളിയിൽ അച്ഛനാണ് അനൗൺസ് ചെയ്യുന്നത്. ഏട്ടക്കാലത്ത് ആ 90കളുടെ പകുതിയായപ്പോൾ പാട്ടും ഹിറ്റ്, പടത്തിന്റെ പേരും ഭയങ്കര വലുത്. പ്യാർ കിയാ തോ ഡർനാ ക്യാ, ദിൽ തോ പാഗൽ ഹേ, ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ, ഹം ആപ്കെ ഹേ കോൻ, ഇത്രയുള്ള പേരുള്ള ഡർ എന്ന ചിത്രത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, ഗുപ്ത് എന്ന ചിത്രത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളിയുടെ സ്റ്റേഷൻ പോയിട്ട് ഇതെല്ലാം കൂടി ഓർക്കാൻ വയ്യ അച്ഛന്. അപ്പോൾ പാട്ടിൽ ആ ട്രൂപ്പിൽ പാടുന്ന പെങ്കൊച്ചി ചെവിയിൽ പറഞ്ഞു കൊടുക്കും സിനിമയുടെ പേര്. അത് വെച്ചിട്ടാണ് പുള്ളി ഇത് അനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിലിരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞു കൊടുത്തിട്ട് ഏറ്റു പറയുന്നതിൻ്റെ ഗ്യാപ്പ് കൃത്യമായിട്ട് ഫ്രണ്ടിലിരുന്ന് കേട്ടാൽ മനസ്സിലാവും. ഹം ആപ്കെ ഹേ കോൻ എന്ന ചിത്രത്തിൽ ഗാനം ആലപിക്കുന്നു സതീഷ്. ഈ അച്ഛൻ്റെ കഥ പറഞ്ഞപ്പോഴേ, പള്ളിയിൽ അച്ഛൻ്റെ കഥ പറഞ്ഞപ്പോൾ അതുപോലെ ഒരു സംഭവമുണ്ട്. ഒരു പള്ളിയിൽ വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് പോകുന്നത് നമ്മുടെ വലിയൊരു ആർട്ടിസ്റ്റാണ്, മണിച്ചേട്ടൻ്റെയൊക്കെ ഫിഗറൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അച്ഛൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഈ പുള്ളീൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് മണിയെ കാണിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത വർഷവും ഇതേപോലെ മണിയുടെ പാട്ടൊക്കെ ആയിട്ട് വന്ന് ഞങ്ങളെ വീണ്ടും സന്തോഷിപ്പിക്കണം. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് മുന്നിൽ മണിയായിട്ട് തന്നെ അവതരിച്ചതിന് ഒരുപാട് സന്തോഷം. ഇതൊക്കെ കേട്ടാൽ പുള്ളി അങ്ങോട്ട് ഇതായിട്ടേ പെട്ടെന്ന് പള്ളിയച്ഛൻ്റെ കൂടെ കയ്യിൽ പിടിച്ചിട്ട് പറയാ, ഓക്കേടാ കുട്ടാ, ശരി മോനെ. ഈ എൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നത് പലയിടത്തും ഭയങ്കര പ്രശ്നമാണ്. തമിഴ്നാട് ബോർഡറിൽ ഒരാൾ അനൗൺസ് ചെയ്തതാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കോട്ടയം പ്രഖു അവതരിപ്പിക്കുന്ന മംബളം മിമിക്സിൻ്റെ, മംഗളം മിമിക്സ് എന്ന് പറഞ്ഞാൽ മംബളം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ മേയർ അപ്പോൾ ഒരു CD പ്രകാശനത്തിൻ്റെ സംഭവമാണ്. ആ ചടങ്ങിൽ CD പ്രകാശനം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എനിക്ക് മുന്നേ 3-4 പ്രാസംഗികരെ എന്നെ അഭിസംബോധന ചെയ്തു. നമ്മുടെ ഗിന്നസ് പക്രു, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ആൾ പക്രു, അങ്ങനെ പിന്നെ വീണ്ടും അടുത്ത ആൾ അതിസംബോധന ചെയ്തപ്പോൾ പക്രു എന്നൊക്കെ പറയുമ്പം മേയർ ഇങ്ങനെ ഒരു ഏത് മേയറാണെന്നും ഞാൻ പറയില്ല കേട്ടോ, പേര് പറയില്ല, മേയർ എന്ന് ഓർത്താൽ മതി. പുള്ളി ഇങ്ങനെ പല പല കാര്യങ്ങൾ, ഫോണുണ്ട്, മെസ്സേജ് നോക്കുന്നുണ്ട്, വാട്സാപ്പ് നോക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പുള്ളിയുടെ ഇതായി. അപ്പോൾ പുള്ളി എണീറ്റ് നിന്നു, എല്ലാവർക്കും നമസ്കാരം, അധ്യക്ഷൻ്റെ പേര് പറഞ്ഞു, CD പ്രകാശനത്തിന് വന്ന പക്കടയ്ക്ക് ഈ ബറു ബ്രഖു പ്രിഖേ എന്നൊക്കെ പറഞ്ഞ് ഈ പ്രാ വെച്ചിട്ടുള്ള സാധനങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പക്കട എന്ന് പറഞ്ഞ് തെറ്റി ആദ്യമായിട്ടാ